ബിഗ് ബോസിലേക്ക് വരാനുണ്ടായ സാഹചര്യത്തെപ്പറ്റി ആദ്യമായി മോഹൻലാൽ പ്രതികരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിമിൻ്റെ ഒരു സ്ട്രക്ചർ കേട്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതൊരു മൈൻഡ് ഗെയിമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തെ അല്ലെങ്കിൽ ലാലേട്ടനെ ഇതിലേക്ക് ആകർഷിച്ചത് എന്നാണ് പറയുന്നത്. ഒരു ബന്ധവുമില്ലാത്ത 16 പേര് അല്ലെങ്കിൽ 20 പേര് ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിയുക, അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തോട്ടായി തോന്നി എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ അവർക്കുണ്ടാകുന്ന ഇമോഷൻസ് ആയാലും ഇതിനിടയിൽ അവർക്കുണ്ടാകുന്ന സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, അതേപോലെ ചെറിയ ചെറിയ മൊമെൻറ്റുകൾ, ഇതെല്ലാം ഏറ്റവും മനോഹരമായ രീതിയിൽ ഒരു മറയുമില്ലാതെ കൺവേ ചെയ്യാൻ പറ്റുന്നൊരു ഇടമാണ് ബിഗ് ബോസ് എന്നാണ് ലാലേട്ടൻ പറയുന്നത്. സാധാരണ രീതിയിൽ നമുക്ക് ഒരു ദിവസവും 2 ദിവസവും ഒരാഴ്ച വരെ അല്ലെങ്കിൽ 10 ദിവസം വരെ മാക്സിമം നമുക്ക് ക്യാമറ ഉള്ളതുകൊണ്ട് അഭിനയിച്ച് നിൽക്കാൻ പറ്റും. എന്നാൽ അത് കഴിഞ്ഞാൽ നമ്മുടെ റിയൽ ആയിട്ടുള്ള സ്വഭാവം എന്താണ് എന്നുള്ളത് പുറത്തു വരും. അങ്ങനെ റിയൽ ആയിട്ടുള്ള സ്വഭാവം പുറത്തു വരുമ്പോൾ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ട് മാറും. അങ്ങനെ മാറുമ്പോഴാണ് ഈ ഗെയിം ഏറ്റവും മനോഹരമായിട്ട് മാറുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഗെയിം കാണുന്ന ആൾക്കാരും അതേപോലെ തന്നെ മെൻ്റലി നല്ല രീതിയിൽ ഗെയിം കളിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാര്യം അതിൻ്റെ അകത്തുള്ള ആൾക്കാരും 100 ദിവസം ഇത്രയും വലിയ വെല്ലുവിളികൾ നേരിട്ട് വിവിധ ടാസ്കുകളാവട്ടെ, ഇമോഷണലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവർക്ക് വരും. വീട്ടുകാരെ പിരിഞ്ഞിരിക്കുന്നു, അതല്ലെങ്കിൽ വലിയ വലിയ ടാസ്കുകൾ കൊടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നു, വലിയ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, അടിയുണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ ഈ 100 ദിവസം സർവൈവൽ ചെയ്ത് ഈ കപ്പ് അല്ലെങ്കിൽ 100-ാം ദിവസം ആ ബിഗ് ബോസിലെ പ്രേക്ഷകർ ചേർന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾ വിജയിയായിട്ട് മാറുന്ന ഈ ഗെയിമിൽ ഒരുപാട് ദുർഘടങ്ങൾ കടന്നു പോകണമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് അസാധ്യമായ മനക്കരുത്തുള്ള ഒരാൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്നും ലാലേട്ടൻ പറയുന്നുണ്ട്. ഇതുവരെ വന്ന എല്ലാ സീസണും തനിക്ക് പ്രിയപ്പെട്ടവരാണെന്നും ഒരാൾ മാത്രമായിട്ട് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടില്ല എന്നും ഇതുവരെ മത്സരിച്ച എല്ലാ ആളുകളെയും താൻ ഒരേപോലെയാണ് കാണുന്നതെന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ വിജയകരമായിട്ട് 7 സീസൺ പൂർത്തിയാക്കിയിരിക്കുകയാണ്. TRP റേറ്റിംഗ് ഓരോ വർഷം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണയും നല്ല രീതിയിലുള്ള TRP റേറ്റിംഗാണ് കിട്ടിയിരിക്കുന്നത്. ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഷോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യൂ. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.